നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഏകാദശിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ചാന്ദ്രമാസം അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദു കലണ്ടർ പ്രകാരം ചാന്ദ്രമാസമാണ് ഫോളോ ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് 3 മാസം കൂടുമ്പോൾ ഒരു മാസം അധികമായി വരും. അതിനെ അധികമാസം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ അധികമാസം വരുന്ന ആ അധിക മാസത്തെ പുരുഷോത്തമ മാസം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെ പുരുഷോത്തമ ഏകാദശി അല്ലെങ്കിൽ പത്മിനി ഏകാദശി അല്ലെങ്കിൽ കമല ഏകാദശി എന്ന് പറയുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പുരുഷോത്തമ ഏകാദശി ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ളത്. ഈ ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ സാധാരണയുള്ള ഏകാദശിയെക്കാളിലും വ്രതത്തിന് 10 മടങ്ങ് ഫലം കൂടുതലായിട്ട് കിട്ടുന്നതാണ്. അധികമാസം എന്ന് പറഞ്ഞാൽ ചാന്ദ്രമാസം അനുസരിച്ചിട്ട് 11 ദിവസത്തിന്, ചാന്ദ്രമാസവും സൗരമാസവും അനുസരിച്ച് 11 ദിവസത്തെ വ്യത്യാസമുണ്ടാകും. അങ്ങനെ 3 11 ചേരുമ്പോൾ 33 ദിവസങ്ങളായി. അങ്ങനെയാണ് അധികമാസം 3 വർഷത്തിലൊരിക്കൽ ഒരു മാസം ഉണ്ടാകും, 30 ദിവസം എന്നുള്ള അടിസ്ഥാനത്തിൽ. അതിനെ അധികമാസമെന്നും നിജമാസമെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അധികമാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അധികമാസത്തിലെ ഏകാദശിയാണ് പുരുഷോത്തമ ഏകാദശി. കാരണം ഭഗവാൻ ശ്രീനാരായണൻ ഈ മാസത്തിന് ശുഭകർമ്മങ്ങൾക്കൊന്നും എടുക്കാതിരുന്നത് കൊണ്ട് സങ്കടപ്പെട്ടിരുന്ന മാസത്തിന് തൻ്റെ പേരോടുകൂടി അറിയപ്പെടാനായിട്ട് കൊടുത്തു. അങ്ങനെയാണ് പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്. പുരുഷോത്തമ മാസത്തിലെ ഏകാദശി ഇതിനെ പുരുഷോത്തമ ഏകാദശി എന്നും പറയുന്നു. അപ്പോൾ സാധാരണ ഏകാദശി പോലെ ഏകാദശി വ്രതം എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഈ ഏകാദശിക്ക് ഇങ്ങനെ സ്പെഷ്യാലിറ്റികൾ കൂടുതലുണ്ട്. ഈ ഏകാദശിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ രാധാകൃഷ്ണന്മാരെ ഒരുമിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശിവപാർവതിമാരെ ഒരുമിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ വിഷ്ണുവിനെയും ലക്ഷ്മിയെയും മനസ്സിൽ ഒരേ രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനകത്ത് കൂടുതൽ ഫലം കിട്ടും. ഈ ഏകാദശിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം, അതുപോലെ തന്നെ സങ്കട നിവാരണം. കാരണം അധികമായി വന്ന മാസത്തിൻ്റെ സങ്കടത്തെ വിഷ്ണു ഭഗവാൻ മാറ്റി തൻ്റെ പേര് കൊടുത്തു. അപ്പോൾ വളരെ വേഗത്തിൽ ഫലം കിട്ടും. നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ഭഗവാൻ മാറ്റി എന്താണോ നമുക്ക് ആവശ്യം അത് തരുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഏകാദശിയാണ്. പാപങ്ങളിൽ നിന്നെല്ലാം മോചനമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. അതുപോലെ തന്നെ ആത്മീയമായിട്ട് നമുക്ക് കുറച്ച് ആത്മീയ പുരോഗതി ഉണ്ടാകുന്ന സമയം, മോക്ഷപ്രാപ്തി കിട്ടുന്ന സമയം. അങ്ങനെ ഈ ഏകാദശി വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഏകാദശിയാണ്. നമ്മൾ ഈ സാധാരണ ഏകാദശി വ്രതം പോലെ തന്നെ നിർജ്ജല വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ചിലർക്ക് നിർജ്ജല വ്രതം എന്നാൽ വെള്ളം പോലും കുടിക്കാത്തതാണ് നിർജ്ജല വ്രതം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ആരോഗ്യം അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അരി ആഹാരങ്ങൾ, അതായത് ധാന്യ ആഹാരങ്ങൾ, അരിയ പയർ എന്തായിരുന്നാലും ധാന്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും ഒഴിവാക്കി പഴവും പാലും പഴവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കാം, പാല് കുടിക്കാം. അങ്ങനെ എടുക്കാം. അതായത് ഭാഗികമായിട്ട് നമ്മൾ ഉള്ള വ്രതമാണത്. കാരണം ആഹാരം കഴിക്കാത്തതിനെ പോലെ അല്ലല്ലോ, കുറച്ച് ആഹാരം ഇങ്ങനെ കഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്രതം എന്തായിരുന്നാലും ധാന്യാഹാരങ്ങൾ പരിപൂർണമായിട്ടും ഒഴിവാക്കണം. അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അത് ഭാഗിക ഉപവാസം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മെയ് മാസം 26 തീയതി 5:11 അതായത് നാളെ ചൊവ്വാഴ്ച 5:11 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5:11 പുലർച്ചെയാണ്, രാവിലെ 5:11 തിഥി അവസാനിക്കുന്നത് മെയ് 27 തീയതി ബുധനാഴ്ച രാവിലെ 6:22 AM. പക്ഷെ നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് നമ്മൾ സൂര്യോദയത്തിന് പ്രബലമായിരിക്കുന്ന തിഥി ഏതാണ് അതനുസരിച്ചിട്ടാണ് വ്രതങ്ങൾ അല്ലെങ്കിൽ പൂജകൾ എടുക്കുന്നത്, സമയം നോക്കുന്നത് ജ്യോതിഷപ്രകാരം, അതായത് ഹിന്ദുമത വിശ്വാസപ്രകാരം. ഇവിടെ വന്നിട്ട് 2026 നാളെ ചൊവ്വാഴ്ചയിലെ 5:11 തിഥി ആരംഭിക്കുന്നതെങ്കിലും ഉദയസമയത്ത് തിഥി ബലമില്ലാതാകുന്നു. അതുകൊണ്ട് 2027 രാവിലെയാണ്
ഏകാദശി വ്രതമായിട്ട് എടുക്കുന്നത്. അതായത് ബുധനാഴ്ചയുടെ അന്നാണ് ഏകാദശി വ്രതം. 2028 രാവിലെ 5:25 മുതൽ 7:56 വരെയാണ് പാരണ സമയമെന്ന് പറയുന്നത്. അപ്പോൾ വ്രതം എടുക്കേണ്ടത്, തിഥി നാളെ ആരംഭിക്കും എങ്കിലും വ്രതം എടുക്കേണ്ടത് മറ്റന്നാളിൽ ബുധനാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കാനുള്ളത്. നാളെ വ്രതമായിട്ട് ഇരിക്കണം. ഇന്നിപ്പോൾ ഏകാദശി തിഥി അല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വ്രതത്തിൻ്റെ ആവശ്യമില്ല. നാളെ മുതൽ വ്രതമായിട്ട് ഇരുന്ന് മറ്റന്നാളിൽ, അതായത് ബുധനാഴ്ച, നാളെ ചൊവ്വാഴ്ചയാണ്, അത്തം നക്ഷത്രമാണ്, ഏകാദശി തിഥി രാവിലെ 5:11 ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ 27 ബുധനാണ് ഏകാദശി വ്രതം എടുക്കാനായിട്ട്. ഇസ്കോൺ കലണ്ടർ മുതലായവയൊക്കെ ചെക്ക് ചെയ്താലും മനസ്സിലാവും. അവർ പറഞ്ഞിരിക്കുന്നതും ഈ ഒരു സമയം തന്നെയാണ്. ജ്യോതിഷപരമായിട്ട് നമ്മുടെ പൂജകൾ എടുക്കുന്ന ആ ഒരു തിഥി കണക്കാക്കി നോക്കുകയാണെങ്കിലും നാളെ അല്ല മറ്റന്നാളിലാണ് ഇങ്ങനെ ഒരു വ്രതം ആരംഭിക്കേണ്ടതും. 28-ാം തീയതി പാരണയോടുകൂടി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഈ ദിവസം വിഷ്ണു സഹസ്രനാമം എത്രത്തോളം തവണ ജപിക്കാൻ പറ്റും അത്രത്തോളം തവണ ജപിക്കുക. 1008 സംഖ്യ ഓം നമോ നാരായണായ എന്ന് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി സമേതനായ വിഷ്ണുവിൻ്റെ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സീതാസമേതനായ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടും ഓം നമോ നാരായണായ എന്ന് ജപിക്കാം. അങ്ങനെ വൈഷ്ണവ തേജസ് എന്തെങ്കിലും നന്നായി ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ശിവപാർവതിമാരെയും ചിന്തിച്ച് നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വ്രതത്തിന്, ഈ ഒരു ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രത്യേകതയുള്ളത് കൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിച്ച് ബ്രഹ്മചര്യത്തോടു കൂടി ഇരിക്കാം. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജയ് ശ്രീ രാധേ രാധേ.